ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായമാണ്. ഒരു ശാബത ദിവസം ഒരു പരീശൻ യേശുവിനെ തൻ്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിച്ചു. പരീശന്മാരും യേശുവുമായിട്ട് ആശയപരമായി വളരെ തർക്കങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചില പരീശന്മാർ യേശുവിനെ സ്നേഹിച്ചിരുന്നു. അവൻ്റെ പഠിപ്പിക്കലുകളിൽ അവർക്ക് ചില ആളുകൾക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആ സ്നേഹം കൊണ്ട് കർത്താവിനെ അവിടെ വിളിച്ചു. കർത്താവ് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മഹോദര രോഗി, അല്ലെങ്കിൽ വയറ് വീർക്കുന്ന അസുഖമുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് അവരോട് ചോദിച്ചു, അവന് സൗഖ്യം കൊടുക്കുന്നത് ശാബത്ത് ചെയ്യുന്നത് ശരിയാണ്? അവരൊന്നും വേണ്ടിയില്ലെന്നാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം, കർത്താവ് പലരെയും ശാബത്തിൽ സൗഖ്യമാക്കിയിട്ടുണ്ട്. ശീമോന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയത് ശാബത്ത് ദിവസമാണ്. കൈവരണ്ട മനുഷ്യനെ സൗഖ്യമാക്കിയത് ശാബത്ത് ദിവസമാണ്. ഈ കഴിഞ്ഞ അധ്യായം നമ്മൾ വായിച്ചു. 18 വർഷം കൂനിയായി നടന്നവളെ ശാബത്ത് സൗഖ്യം കൊടുത്തു. ബേത്സയിദ കുളക്കരയിലെ ആ തറവാതിലേക്ക് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കും. കർത്താവ് ശാബത്തിൽ സൗഖ്യം കൊടുത്തു. പുറവിക്കുള്ളിന് കർത്താവ് സൗഖ്യം കൊടുത്തത് ശാബത്തിലാണ്. കഫർന്നഹൂമിൽ വെച്ച് സംഘാലയത്തിലെ പിശാചി ബാധനെ കർത്താവ് സൗഖ്യമാക്കിയത് ശാബത്തിലാണ്. അപ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ശാബത്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നന്മയും ദൈവിക പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ദിവസമായിട്ട് കാണുന്നു. എന്നാൽ യഹൂദന്മാർ അതിനെ വികലമായി വ്യാഖ്യാനിച്ചിരുന്നു. ശാബത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇവരൊന്നും മിണ്ടിയില്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ അല്ലെങ്കിൽ ശാസ്ത്രീയ പരീശന്മാരെ കർത്താവോട് മൗനമാക്കി എന്നുള്ളതാണ്. അതിനുശേഷം 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് നമ്മളെവിടെയും ക്ഷണിക്കപ്പെടുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, ക്ഷണിക്കപ്പെടുമ്പോൾ മുഖ്യാസനത്തിൽ നീ പോയിരിക്കരുത്. ഒരു വിഷയം, നിന്നേക്കാൾ സമൂഹത്തിൽ സ്ഥാനമുള്ളവനെ ആ വീട്ടുകാരൻ ക്ഷണിച്ചിട്ടുണ്ടാവും. അവൻ വരുമ്പോൾ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന് ഇടം കൊടുക്കുക എന്ന് പറയുമ്പോൾ നീ നാണത്തോടെ എഴുന്നേറ്റ് പോവേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നിന്നെ വിളിക്കുമ്പോൾ നീ പിന്നിൽ പോയിരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വന്ന് മുന്നോട്ട് നിന്നെ കൊണ്ടുപോകുമ്പോൾ നിനക്ക് അവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിനക്ക് മാനമുണ്ടാകും. എൻ്റെ കർത്താവ് ഒരു തത്വം വരെ പഠിപ്പിച്ചു, തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, താണ നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യൂ. വെള്ളം എപ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്കാണ് സ്വാഭാവികമായിട്ട് ഒഴുകുന്നത്. താഴ്ന്ന സ്ഥലത്ത് നിന്ന് ഉയർന്ന സ്ഥലത്തേക്ക് വെള്ളം ഒഴുകണമെങ്കിൽ ആർട്ടിഫിഷ്യലായി മോട്ടോർ വെച്ച് നമ്മൾ വെള്ളം അടിക്കണം. ഇല്ലെങ്കിൽ സ്വാഭാവികമായി ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവകൃപ എപ്പോഴും മുകളിൽ നിന്ന് ജീവിതത്തിൽ താഴ്മയും വിനയം ഉള്ളവരിലേക്കാണ് അത് വർഷിക്കുക. ദൈവം എപ്പോൾ അതാണ് നോക്കുന്നത്, നമുക്ക് താഴ്മയും വിനയവും ഉണ്ടോ. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ പറഞ്ഞത്, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനും അത്രേ. നമുക്കറിയാം, നിറച്ച് മണികളുള്ളതായ നെൽക്കതിര് തല കുനിച്ചു നിൽക്കുമ്പോൾ അങ്ങനെ വെറും ഇത് പതിര് മാത്രമുള്ള ആ കതിരുകൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കും. മനുഷ്യന് അറിവും ജ്ഞാനവും ഒക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിനീതമാണ് അവരിൽ കാണുക. അങ്ങനെയുള്ളവരെയാണ് ദൈവം മാനിക്കുന്നത്. നമുക്കറിയാം, സെൽഫ് പ്രൈസിങ് നടത്തുന്ന ആൾക്കാരെ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. അവനവനെ കുറിച്ച് അവനവൻ തന്നെ പൊഴുത്തി പറയാൻ നമുക്കത് അരോചകമായിട്ട് തോന്നാറ്. ഒരുവനൊരു നന്മയുണ്ടെങ്കിൽ, ഒരു ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് മറ്റുള്ളവരാണ്. ഇതൊരു നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന സഭയിലായാലും സമൂഹത്തിലായാലും സ്വയം എല്ലാത്തിനും ഇടിച്ചു കയറി മുന്നിൽ കയറി നിന്ന്
ഞാൻ ആരോ ആണ്, എന്തോ ആണ് എന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമുണ്ട്. ഇതൊരിക്കലും ക്രൈസ്തവ ജീവിതത്തിന് അനുയോജ്യമായ ഒരു രീതിയല്ല. വലിയവനാകാനുള്ള ഒരു തർക്കമാണല്ലോ ഇപ്പോഴും നമ്മുടെ സഭയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു തർക്കവും അതാണ് ഈ സഭയെ പോലും ഇപ്പം വ്യവഹാരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ക്രൈസ്തവ ജീവിതത്തിന് ഭൂഷണമായ കാര്യമല്ല എന്ന് കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് കർത്താവ് ഒരു കാര്യം ഈ മനുഷ്യനോട് പറയുന്നുണ്ട്. തന്നെ വിരുന്നിന് ക്ഷണിച്ച ആ പരീശനോട് കർത്താവ് പറയുന്നു, നീ ഒരു വിരുന്നോ സദ്യയോ കഴിക്കുമ്പോൾ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരെയോ അയൽക്കാരെയോ വിളിക്കരുത്. കാരണം അവർ നിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് നിനക്കവർ ആ പ്രതികാരം അല്ലെങ്കിൽ എന്താ പ്രതിപകരം ചെയ്യും. അപ്പോൾ നീ കൊടുത്ത വിരുന്നിന് പ്രസക്തി ഇല്ലാതെ പോകും. നീ വിളിക്കേണ്ടത് നിന്നെ തിരിച്ചു വിളിച്ച് നിനക്ക് ഇത് നൽകാൻ സാധിക്കാത്തവനെ വിളിക്കുക. അതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കുറവുകളുള്ളവൻ, ദരിദ്രരെ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ നിനക്ക് പകരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല. കർത്താവ്, നിനക്കിതിന് പ്രതിഫലം കിട്ടുന്നത് എവിടെയാണ്? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലാണ്. ഇതാണ് കർത്താവ് നേരത്തെ പറഞ്ഞല്ലോ, എളിയവന് ചെയ്തത് എനിക്ക് ചെയ്തു എന്നാണ് കർത്താവ് പറയുന്നത്. എളിയവന്. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, തോളോട് തോളുണ്ടെങ്കിൽ ചെങ്ങാത്തമുണ്ട്, വീട്ടിൽ ചോറുള്ളവന് വിരുന്നിന് ചോറുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, തുല്യത ഉള്ളവർ തമ്മിലാണ് നമ്മൾ കൂട്ടുകൂടുക. നമ്മുടെ ദേവാലയങ്ങളിലും പലപ്പോഴും ആളുകൾ പറയുന്നൊരു പരാതി ഇതുണ്ട്. പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർ ആ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ആളുകൾ തമ്മിൽ കൂടി നിന്ന് വർത്തമാനം പറയും. അതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുറവുകളുള്ളവനെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ അത് ഒത്തിരി മാറി വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇത് വളരെ ശക്തമായിട്ട് കാണാനിടയായിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ആദരിക്കേണ്ടത് എളിയവനെയാണ്. ദൈവം എപ്പോഴും സ്നേഹിക്കുന്നതും അങ്ങനെയുള്ളവരെയാണ്, കുറവുകളുള്ളവരെയാണ്. നമ്മളൊരു കാര്യം ചിന്തിച്ച്, നമ്മുടെ മക്കളിൽ ഒരാൾക്ക് നല്ല അറിവും ജ്ഞാനവും അല്ലെങ്കിൽ നല്ല ജോലിയും ഒക്കെ ഉണ്ട്. ഒരു മകൻ വികലാംഗനാണെന്ന് വിചാരിക്കുക. മാതാപിതാക്കൾ എപ്പോഴുമുള്ള ചിന്തയും സ്നേഹവും കരുതലും ആർക്കാണ് കൂടുതൽ പോവുക? ആ വികലതയുള്ളവനോടാണ്. കാരണം അവർ നമ്മുടെ മക്കളാണ്. അവന് ഇത് കുറവുണ്ട്, അവന് വളരണം, അവനാണ് കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത്, അംഗീകരിക്കപ്പെടേണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുള്ളതുകൊണ്ടല്ലേ. ഇതുവരെയാണ് ദൈവവും. അപ്പം അതനുസരിച്ച് നീ വിരുന്ന് നടത്തണം എന്ന് കർത്താവ് ഈ പരീശനോട് കർത്താവ് ഇവിടെ ആവശ്യപ്പെടുന്നത്. കാരണം കർത്താവിനെ വിരുന്ന് ക്ഷണിച്ചപ്പോൾ അവന് തുല്യരായ ആ പ്രമുഖരായ പലരെയും ആ വിരുന്നിന് അവൻ ക്ഷണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം കർത്താവ് അങ്ങോട്ട് പറയാൻ കാരണമായി തീർന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്നാണ് നമുക്ക് പ്രതിഫലം ലഭിക്കേണ്ടത്. മനുഷ്യൻ നമുക്ക് തിരിച്ചു വിളിച്ച് നമുക്ക് അതേ അളവിൽ നമുക്ക് തരുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. പിന്നെ ദൈവത്തിന് പ്രതിഫലം നമുക്ക് പിന്നെ ലഭിക്കാൻ സാധ്യതയില്ല. നമുക്കറിയാം, നമ്മുടെ കർത്താവ് താൻ പഠിപ്പിച്ച തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയാണ് അവൻ. സാധാരണ ഗുരുക്കന്മാരുടെ പാദം ശിഷ്യന്മാർ അക്കാലത്ത് കഴുകി കൊടുത്തിരുന്നത്. കർത്താവ് അത് നേരെ തിരിച്ചു കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യുവിൻ. അതാണ് സ്വർഗരാജ്യത്തിൽ ശ്രേഷ്ഠത. ശുശ്രൂഷിക്കപ്പെടുന്നതിനെല്ലാം ശുശ്രൂഷിക്കാനുള്ള ആ മനോഭാവത്തിലാണ്. അത് ഹൈന്ദവ ചിന്തയിൽ പറയാറുണ്ട്, നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള പ്രവർത്തനം. അതിനാണ് ദൈവം എപ്പോഴും ഇഷ്ടപ്പെടുന്നെന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും പ്രേരക ശക്തി എന്താണ്? നമുക്ക് പ്രസിദ്ധിക്ക് വേണ്ടിയാണോ,
അതോ അവരിനോടുള്ള സ്നേഹം കൊണ്ടാണോ? സ്നേഹമാണെങ്കിൽ ഇത് കുറവുള്ളവനെയാണല്ലോ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത്. സ്വന്തം താല്പര്യ സംരക്ഷണത്തിനും പ്രശസ്തിക്കും മാത്രമായിട്ട് നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് സ്വാർത്ഥതയുടെ ഒരു പ്രകടനമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടുള്ള ദാനത്തിന് പ്രതിഫലം ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ കർത്താവ് ഇത് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൂടെ ഭക്ഷണത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട് പറയുന്നു, അതാണ് 15 മുതലുള്ള വാക്യങ്ങളിൽ. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ദൈവം മശിഹ വരുമ്പോൾ മശിഹ ഒരു വലിയ വിരുന്ന് കഴിക്കും. ആ വിരുന്നിൽ പങ്കുവഹിക്കാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് അവരുടെ വിചാരം. അവരങ്ങനെ വിശ്വസിച്ചിരുന്നു. പുതിയ നിയമത്തിലും കർത്താവ് അത് പറയുന്നുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ, അതാണ് യജമാനൻ വരുമെന്നേരത്തുള്ള പാട്ടിൻ്റെ അർത്ഥം. താതനിരുത്തും മേശയ്ക്ക് പുത്രൻ പരികർമ്മിക്കും നമ്മൾ പാടുന്നുണ്ട്. യഹൂദന്മാർക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവോട് ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു വിരുന്നൊരുക്കി തനിക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള കുറേ ആളുകളെ, സ്നേഹിതന്മാരെയൊക്കെ അദ്ദേഹം മുന്നമേ ആ വിരുന്നിന് ഇത് ക്ഷണിച്ചിരുന്നു. വിരുന്നൊരുക്കിയ ശേഷം വീണ്ടും അവരെ എന്നറിയിച്ചു വിരുന്നിന് വരാൻ പറഞ്ഞു. യഹൂദന്മാർക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. അവരാദ്യം വിരുന്നിനെ അവർ ക്ഷണിക്കും, വിരുന്നൊരുക്കിയതിന് ശേഷം വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി അവരെ ചെന്നറിയിക്കും വരണമെന്നും പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ വിരുന്നൊരുക്കി. അതിനുശേഷം ക്ഷണിച്ചവരാരും വന്നില്ല. വരാതെ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ദാസന്മാരെ അയച്ചു, എന്തുകൊണ്ട് വരുന്നില്ല? അപ്പം ഒന്നാമത്തവൻ ഒരു ഒഴികഴിവ് പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണണം, അതുകൊണ്ട് ഈ വിരുന്നിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളയെ വാങ്ങിച്ചു, അവയെനിക്ക് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി. മൂന്നാമൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, അതിനാൽ ഇപ്പോൾ എനിക്ക് വരാൻ സമയമില്ല, പിന്നെ എപ്പോഴെങ്കിലും ആയിക്കൊള്ളട്ടെ. ഇത് ഭൗതികമായ ചില ആവശ്യങ്ങളാണ്. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കേണ്ടത് കൊണ്ട് വിരുന്നിന് വരാൻ അവർക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ എന്ത് ചെയ്തു? യജമാനന് ദേഷ്യം വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലൊക്കെ ചെന്ന് അവിടെ കാണുന്ന ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുപോവാ. ഒക്കെ കുറവുകളുള്ളവരാ, സ്വയം വിരുന്ന് നടത്താൻ കഴിവില്ലാത്തവരാ. അവരെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവരെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ വീണ്ടും കുറേ സ്ഥലം മിച്ചമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തെരുവീതികളിൽ ചെന്ന് കാണുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോവാം. ഞാൻ ക്ഷണിച്ചവരാരും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല. നിങ്ങൾ പോയി അങ്ങനെയുള്ളവരെ, ആ കുറവുകളുള്ളവരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇത് കർത്താവ് പറഞ്ഞ ഉപമ എന്താണിത്? വാസ്തവത്തിൽ യഹോവയായ ദൈവം മശിഹായിലൂടെ വിരുന്നൊരുക്കിയത് യഹൂദ ജനത്തിനു വേണ്ടിയായിരുന്നു. അവരായിരുന്നു കർത്താവ് ഒരുക്കിയതായ ഇത് വചനത്തിലും കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കേണ്ടവരവരായിരുന്നു, ആ വലിയ വിരുന്നിൽ. പക്ഷെ അവർ ഓരോ ഒഴിവുകൾ പറഞ്ഞ് കർത്താവിൽ നിന്ന് അവർ അകന്നുപോയി. അപ്പോൾ കർത്താവ് കുറവുകളുള്ളവരെ വിളിച്ചു. ആ കുറവുകളുള്ളവരാണ് പുതിയ നിയമസഭ. അങ്ങനെയാണ് നമുക്ക് ആ വിരുന്നിൽ പങ്കെടുക്കാൻ അവസരം എനിക്കും നിങ്ങൾക്കൊക്കെ ലഭിച്ചത്. ഇവിടെ വിരുന്നെന്ന് പറയുന്ന കർത്താവ് ഒരുക്കുന്ന വിശുദ്ധ കുർബാനയാണ്. അതിൽ നമ്മളെ എന്നും കർത്താവ് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഭൗതികമായ ഒരു ആവശ്യം പറഞ്ഞ്, ഞാൻ വയലിൽ നോക്കാൻ പോകണം, കാളയെ നോക്കാൻ പോകണം,
അല്ലെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചതേ ഉള്ളൂ, ഇങ്ങനെ ഓരോ ഒഴിവൊഴികൾ പറഞ്ഞ് ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ ദൈവം ഒരുക്കുന്ന ആ വലിയ വിരുന്നിൽ പങ്കാളിയാകാതെ നമ്മൾ മാറുമ്പോൾ അയോഗ്യനായവൻ എന്ന് സമൂഹം തള്ളിക്കളഞ്ഞവൻ അതിന് യോഗ്യനായിട്ട് തീരും. അതുകൊണ്ട് ദൈവം ഒരുക്കുന്നതായ വലിയ സന്തോഷത്തിൽ ആ വിരുന്നിൽ നമുക്ക് നമുക്ക് സമയമുണ്ട്. നമുക്ക് വയൽ നോക്കാൻ വേറെ സമയമുണ്ട്, ആളുകളെ നോക്കാൻ സ്ഥലമുണ്ട്, വിവാഹം കഴിച്ചവന് ഇനി മുന്നോട്ട് ജീവിതമുണ്ട്, ദിവസങ്ങളുണ്ട്. നമ്മളും വാസ്തവത്തിൽ ഇങ്ങനെ ഓരോ ഒഴിവൊഴികൾ പറഞ്ഞ് എങ്ങനെ ആരാധനയിൽ പങ്കെടുക്കാതിരിക്കാം, അല്ലെ മറ്റെന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മളെല്ലാം ഒഴിവാക്കുന്നത് ആരാധനയ്ക്കുള്ള സമയം, പ്രാർത്ഥിക്കാനുള്ള സമയം, ബൈബിൾ വായിക്കാനുള്ള സമയമാണ് നമ്മളെല്ലാം ഒഴിവാക്കുക. സമയമില്ല എന്ന് പറഞ്ഞു. ബാക്കി എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. അതൊക്കെ വെറും ഭൗതികമായ ജഡീയമായ ആവശ്യങ്ങൾ മാത്രമാണ്. അതൊന്നും നമ്മളെ നിത്യജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോവില്ല. അപ്പോൾ ദൈവവചനം നമുക്ക് ദൈവം ഒരുക്കി തന്ന വലിയ ഒരു വിരുന്നാണ്. എല്ലാ ദിവസവും ഈ വിരുന്നിൽ എല്ലാ ദിവസവും നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഇതിൽ പങ്കുപറ്റുമ്പോൾ നമ്മൾ ആ കർത്താവ് ഒരുക്കിയ വലിയ വിരുന്നിൽ നമ്മൾ പങ്കുപറ്റുകയാണ്. ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. നമ്മൾ അയോഗ്യരായിട്ട് നമ്മളതിന് മനസ്സില്ലാതെ മാറുമ്പോൾ, അല്ലെങ്കിൽ കുറവുകളുള്ളവർ, അവർക്ക് ആ അവസരം ലഭ്യമാകും. അതുകൊണ്ട് കർത്താവ് നേരത്തെ പറഞ്ഞു, സ്നാപക യോഹന്നാൻ നീതിമാർഗം ഓതിക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾ അവനെ കൈക്കൊണ്ടില്ല. ഞാൻ വന്നു, എൻ്റെ വചനങ്ങളെയും നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. എന്നാൽ ചുങ്കക്കാരും പാപികളും നിങ്ങൾക്ക് മുന്നമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. എന്തുകൊണ്ടെന്നാൽ സ്നാപക യോഹന്നാന്റെ വചനത്തിൽ അവർ വിശ്വസിച്ചവർ മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. എന്നെയും അവർ ആണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ 14-ാം അധ്യായം നമ്മൾ നന്നായി വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. 2 ചിന്തകളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇന്ന് ഈ അധ്യായത്തിൽ നമുക്ക് ലഭിക്കുക. ഒന്ന്, നമ്മൾ സ്വയം ആകരുത്, താഴ്മയും വിനയമുള്ളവരായിരിക്കണം. ദൈവത്താൽ നമ്മൾ ഉയർത്തപ്പെടണം. ശുശ്രൂഷിക്കപ്പെടുന്നതിലല്ല, ശുശ്രൂഷിക്കുന്നതിലാണ് ദൈവം മഹത്വം കാണുന്നത്. ഞാനെന്ന ഭാവം, അകന്ത പൂർണ്ണമായി നമ്മൾ വെടിഞ്ഞ് വിനയത്തിൻ്റെ, ആ ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ മനോഭാവത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുമ്പോൾ വെള്ളം ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കും. പരിശുദ്ധ മറിയാമും പറഞ്ഞ അതാണല്ലോ, അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, സകല തലമുറകളും അതുകൊണ്ട് തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രണ്ടാമത് കർത്താവ് പറഞ്ഞത്, നമ്മൾ വിരുന്ന് കഴിക്കുമ്പോൾ പോലും കുറവുകളുള്ളവനെ നമ്മൾ വിളിക്കുക, സമത്വമുള്ളവനെ വിളിച്ചാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. എന്നാൽ നമ്മളെ തിരിച്ച് വിളിച്ച് വിരുന്ന് നൽകാൻ സാധിക്കാത്തവന്, അവനെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. കാരണം കർത്താവ് എപ്പോഴും എളിവിനെയാണ് കർത്താവ് സ്നേഹിക്കുക, ആദരിക്കുക. ആ ദൈവികമായ ഭാവം നമ്മിലുണ്ടാവണം. മൂന്നാമത് നമ്മൾ കണ്ടത്, ദൈവം ഒരുക്കുന്നതായ വിരുന്നാണ് ഓരോ വിശുദ്ധ കുർബാനയും ആരാധനയും ദൈവവചനവും ഒക്കെ. അതിൽ നമ്മൾ പങ്കെടുക്കാതെ കൊണ്ട് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഇത് നമ്മൾ ഒഴിവാക്കുമ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക്, വിരുന്നെന്ന് പറഞ്ഞ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണല്ലോ, ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ ഭയവും നിരാശയും ദുഃഖവും ഒക്കെ നമ്മളെ ബാധിക്കുകയുള്ളൂ. നമുക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും ഒക്കെ ലഭിക്കുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നാണ്. അതുകൊണ്ട് ആ കൂട്ടായ്മയ്ക്ക് നമ്മളെ സഹായിക്കുന്ന വചന വായന, ധ്യാനം, ആരാധന ഇത് മുടങ്ങാതെ പങ്കെടുക്കുവാൻ നമുക്കിടയാകണം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.